ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഗോദാവരിയും പോഷക നദികളും നമുക്ക് കോഡിലൂടെ കൃത്യമായി തന്നെ ഒന്ന് പഠിച്ചു പോയാലോ? അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങളുടെ ലൈക്സും കമൻസും ആണ് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ ഇൻസ്പിറേഷൻ. അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം ഗോദാവരിയും പ്രധാന പോഷക നദികളും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഗോദാവരിയുടെ നീളം ചോദിച്ചാൽ 1465 കിലോമീറ്റർ ആണ്. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്റർ ആണ്. ഗോദാവരിയുടെ ഉത്ഭവം ചോദിച്ചാൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ ഗോദാവരി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കണക്ട് ചെയ്യാം? ഗോദ കണക്ട് ചെയ്യാം. ഗോദ. അപ്പോ ഗോദയിൽ നിൽക്കുന്ന ആളുകളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോദയ്ക്ക് താഴെ എന്ത് നടക്കുന്നുണ്ട്? നാസിക് ദോൾ ഉണ്ട് എന്നോർക്കാം. ഗോദയ്ക്ക് ചുറ്റും എന്ത് നടക്കുന്നുണ്ട്? നാസിക് ദോൾ അല്ലെ. അപ്പോൾ നാസിക് ദോൾ എന്നതിൽ നിന്ന് നാസിക് കണക്ട് ചെയ്യാലോ. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഇനി പതനം ചോദിച്ചാൽ എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ഗോദാവരി പതിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അറബിക്കടലിൽ പതിക്കുന്ന നദികളും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളും കൃത്യമായി തന്നെ കോഡുകളൊക്കെ വെച്ചുകൊണ്ട് പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഗോദാവരി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി ഗോദാവരി അറിയപ്പെടുന്ന അപരനാമങ്ങൾ ഏതൊക്കെയാണ്? ദക്ഷിണ ഗംഗ എന്നും വൃദ്ധഗംഗ എന്നും അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? നമ്മൾ പറഞ്ഞു ഗോദാവരി എന്ന് പറയുമ്പോൾ ഗോദ കണക്ട് ചെയ്തു. അപ്പോൾ ഗോദയിലോട്ട് കയറുന്നതിന് മുൻപ് എന്താണ്? നമ്മൾ ദക്ഷിണ കൊടുക്കുമെന്ന് ഓർത്താൽ മതി. ഗോദയിലോട്ട് കയറുന്നതിന് മുൻപ് നമ്മൾ എന്താണ്? ഗുരുക്കൾക്കൊക്കെ ദക്ഷിണ കൊടുത്തു എന്നോർക്കാം. അപ്പൊ ഗോദയിലോട്ട് വന്നിട്ടുള്ളത് ആരാണ്? വൃദ്ധയായ ഒരു സ്ത്രീയാണ് കേട്ടോ. അപ്പൊ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നതും ഗോദാവരിയാണ്. അപ്പോൾ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നുണ്ട്, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഗോദയിൽ നിൽക്കുന്ന ആളുകളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി എന്ത് നടക്കുന്നു? നാസിക് ദോള് കണക്ട് ചെയ്തല്ലോ. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഇനി ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് പെൻഗംഗ, ശബരി, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ജര. ഏതൊക്കെയാണ്? പെൻഗംഗ, ശബരി, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ജര. ഇനി നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ നമ്മൾ പറഞ്ഞു ഗോദയിൽ വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ നിൽക്കുകയാണ് അല്ലെ. അപ്പോൾ അവര് വൃദ്ധയാണെങ്കിലും നല്ല കരുത്തുള്ള സ്ത്രീയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പോവാം. അപ്പോ ഗോദയിലെ പെണ്ണിനെ കണ്ട്, ഗോദയിലെ പെണ്ണിനെ കണ്ട്, ഗോദയിലെ പെണ്ണിനെ കണ്ട് ശബരി പതിയെ പ്രാണനും കൊണ്ട് മാഞ്ഞു. ഗോദയിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ്? ഗോദയിലോട്ട് വന്ന ശബരിക്ക് പേടിയായില്ലേ. തൻ്റെ പ്രാണഭയം കൊണ്ട് എന്താണ്? ശബരി അവിടുന്ന് വേഗം എസ്കേപ്പ് ആവുകയാണ്, മാഞ്ഞു പോവുകയാണ് എന്നോർത്താല് പെണ്ണിനെ എന്നതിൽ നിന്ന് പെൻഗംഗ കണക്ട് ചെയ്യാലോ. പെണ്ണിനെ എന്നതിൽ നിന്ന് പെൻഗംഗ കണക്ട് ചെയ്ത് വെക്കാം. ശബരി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ശബരി കണക്ട് ചെയ്യാലോ. പതിയെ, പതി എന്നതിൽ നിന്ന് വതി, ഇന്ദ്രാവതി. പതിയെ പ്രാണനും എന്നതിൽ നിന്ന് പ്രാൺഹിത കണക്ട് ചെയ്ത് വെക്കാം. മാഞ്ഞു എന്നതിൽ നിന്ന് മഞ്ജര, മഞ്ജര കണക്ട് ചെയ്തൂടെ. അപ്പോ ഗോദയിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ട് ശബരി പതിയെ പ്രാണനും കൊണ്ട് മാഞ്ഞു എന്നോർത്താല് ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ നമുക്ക് കൃത്യമായി തന്നെ പഠിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയൊരു കോഡും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്